Hello guys, welcome back to my channel. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മാരേജ് ഫംഗ്ഷന് പോകാനാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജാണ്. നമ്മൾ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ഇവിടെ ബാലരാമപുരത്ത് തന്നെയാണ് കല്യാണം വരുന്നത്. അപ്പോൾ അതിനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടുപേരും കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഉമ്മായും അനിയത്തിയും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കൂട്ടിനായിട്ട്. ഇക്കാക്ക് വരാൻ ടൈമില്ലായിരുന്നു. ഇക്ക നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഇക്കാക്ക് വരാൻ ടൈമില്ല. നമ്മളോട് ഊബർ വിളിച്ച് തന്നിട്ട് അതിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഊബർ വിളിച്ച് എവിടെയെങ്കിലും പോകണത്. ഉമ്മാക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇക്ക പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാറ് പിടിച്ചത്. ഓട്ടോയൊക്കെ ഉണ്ടായിരുന്നു. ഇക്ക പറഞ്ഞ് കാറിൽ തന്നെ പോകാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. ഹാനിയാണെങ്കിൽ രാവിലെ എണീറ്റ് ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലാണ് ഇരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പോകുന്നുണ്ട്. ഹാനി ഇപ്പോൾ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത്. അവിടെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതിൻ്റെ ദേഷ്യമാണ് മുഖത്ത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുൾ ദേഷ്യത്തിലാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ക്യാമറ കണ്ടപ്പോൾ ചെറുതായിട്ട് ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ എൻ്റെ അനിയത്തിയും ഉണ്ട്, എൻ്റെ ഉമ്മായും ഉണ്ട്. നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ്, എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹിന്ദുസിൻ്റെ കല്യാണത്തിന് പോകുന്നത്. നമ്മൾ കോളേജിൽ 3 വർഷം ഒരുമിച്ച് പഠിച്ചാൽ ഇപ്പോഴും നമ്മൾ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ബാലരാമപുരത്തുള്ള ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. നല്ല രസമുണ്ടായിരുന്നു. കാരണം കോവിലിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം ഇങ്ങനെ കാണാനായിട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് കോവിലും പാർക്കിങ്ങും എല്ലാ സൗകര്യവും ഉള്ളൊരു ഓഡിറ്റോറിയമാണ്. ഞാൻ ആദ്യം കയറി ചെന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നു. കാരണം എല്ലാവരെയും നമുക്കവിടെ അറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ ഉമ്മായുണ്ട് അനിയത്തിയുണ്ട്. അങ്ങനെ നമ്മളിത് ആദ്യം കയറി ചെന്നപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ആവണിയെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ആവണിയും പഞ്ചമിയും ഒരു വീട്ടിലാണ് കല്യാണം കഴിച്ച് പോകുന്നത്. അനിയനും ചേട്ടനുമാണ് ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കയറി ചെന്നതുകൊണ്ട് അവളെ എടുത്തപ്പം തന്നെ ഹാനി പോയിട്ടുണ്ടായിരുന്നു. ഹാനിക്ക് അവരൊക്കെ കുറച്ചൊക്കെ അറിയാം. ഞാൻ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ അവൾക്ക് കാണാറുണ്ടായിരുന്നു. അത് മാത്രമല്ല ഹാനി ഇപ്പോൾ ആരെടുത്താലും പോകും. അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ മാരേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവൾക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നടന്നാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹിന്ദുസിൻ്റെ കല്യാണമൊക്കെ ആകുമ്പോൾ പൂവും കാര്യവും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കല്യാണ പെണ്ണെ കാണാൻ പോയപ്പോൾ പഞ്ചമിയാണെങ്കിൽ ഫോട്ടോഷൂട്ടിലായിരുന്നു. അവർ ഓരോ പോസ് പറയും, അതുപോലെ ചെയ്യണം. എനിക്കപ്പോൾ എൻ്റെ കല്യാണമാണ് ഓർമ്മ വന്നത്. ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അവരെന്ത് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ നിന്ന് കൊടുക്കണം. അങ്ങനെ കുനിയാൻ പറയുമ്പോൾ ഇങ്ങനെ തിരിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഫോട്ടോസൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മളോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നിന്നു. അകത്ത് നിൽക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ വെട്ടം ഇങ്ങനെ മറയുന്നത് കൊണ്ട് തന്നെ. ഹാനിയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. ഉറക്കത്തിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ടാണ് അവളിങ്ങനെ. ഇത് പഞ്ചമിയുടെ അമ്മയാണ്. അമ്മ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വീട്ടിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് അവർക്ക് അറിയാം എന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ സംസാരിക്കുന്നുണ്ട്. അവിടെ നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹാനിയാണെങ്കിൽ പിന്നെ ആവണിയായിട്ട് നല്ല കൂട്ടായ കാര്യം പറച്ചിലും ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആവണിയിലും കുറച്ച് കാര്യം പറച്ചിലൊക്കെ ആയിരുന്നു നടക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ മുമ്പ് നടന്നതും ഇപ്പം നടക്കുന്നതും നമ്മൾ ആരെയൊക്കെ മാരേജിന് വിളിച്ചെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാനും അവിടെ പണ്ടത്തെ ചിരി ഇതുവരെ മാറിയിട്ടില്ല. അതിപ്പോഴും ഉണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് അവിടെ കാണുന്നത്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുമിച്ച് നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കെന്തോ 2-3 പ്രാവശ്യമാണ് പോയത്. അപ്പോഴേക്കും പഞ്ചമിയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് സാരിയുടെ കാര്യം നല്ലൊരു റെഡ് സാരി ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഡെക്കറേഷൻ ആയിരുന്നു. ഇതൊക്കെ ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ ഹിന്ദുസിൻ്റെ കല്യാണത്തിനൊക്കെ നേരിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ പോയി സ്റ്റേജിലിരുന്നേ കല്യാണം കാണാനായിട്ട്. ഞാനും എൻ്റെ അനിയത്തിയും ഹാനിയും കൂടിയാണ് ആദ്യം ഇരുന്നത്. ഉമ്മ പുറകിലായിട്ടിരുന്നു. പിന്നീട് ഞാൻ ഉമ്മാനെ വിളിച്ചടുത്തി ഇങ്ങനെ പറയാം. പിന്നെ ഒരു മുഹൂർത്തമാവാനൊക്കെ കുറേ ടൈം എടുത്തു. വീണ്ടും അവിടെ ഫോട്ടോഷൂട്ട്. ഞാൻ അപ്പോഴാണ് ഓർത്തത് നമ്മളെ കുറച്ച് ഫോട്ടോസ് എടുത്തില്ല എന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും പോയി ഫോട്ടോ എടുക്കാനായിട്ട് പോയി. സെൽഫിയൊക്കെ എടുത്തില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. ഓർമ്മയ്ക്കായി നമുക്ക് അതെങ്കിലുമൊക്കെ വെക്കാമല്ലോ. അങ്ങനെ ഞാൻ പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. നേരത്തെ മറന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ഓർത്തില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഹാനിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണമെന്ന്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ കൊണ്ട് നടന്നു. കാരണം കല്യാണം തുടങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൾക്ക് കുറച്ച് നിർബന്ധമാവും. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ നേരം വെച്ചുകൊണ്ടിരുന്നു. അപ്പം അവൾ ഓക്കെ ആയി. പിന്നെ കളിയായി ചിരിയായി. അവൾക്ക് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഹാനി പിന്നെ ഫുൾ ഹാപ്പിയായി. ഉറങ്ങണം എന്നുള്ളൊരു വിചാരം മാത്രമേ അവൾക്കുള്ളൂ. രാവിലെ ഒരു പഴം എന്തോ കഴിച്ചിട്ടാണ് അവൾ ഇറങ്ങിയത്, അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ മുഹൂർത്തമൊക്കെ ആയി കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്.
എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവരും ഇങ്ങനെ കാല് തൊട്ട് ബന്ധിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളും പുടവെടുപ്പ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഹൈറമോളത ഉണർന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മുകളിലത്തെ ലൈറ്റൊക്കെ നോക്കിയാണ് ഇരിക്കുന്നത്. ആദ്യം ഇവിടെ എന്തോ ദക്ഷിണ ഉടുപ്പാണ് നടക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും പിന്നെ അവളെ അമ്മയ്ക്കും അച്ഛനും മാമനും അങ്ങനെ കുറേ ദക്ഷിണ ഉടുപ്പും അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ 5 പേരായിരുന്നു ഒരു ഫ്രണ്ട്സായിട്ട് വന്നിരുന്നത്. അത് നമ്മൾ 5 പേര് ഒരു ബെഞ്ചിലിരിക്കുള്ളൂ. നമ്മൾ ഒരാൾ വന്നില്ലെങ്കിൽ അടുത്ത ആൾ പോകില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. മെയിൻലി ഞാനും പഞ്ചമിയും ആവണിയും ആയിരുന്നു. ഇപ്പം ഞാൻ വന്നില്ലെങ്കിൽ പഞ്ചമിയും കോളേജിൽ പോകില്ല, പഞ്ചമി പോയില്ലെങ്കിൽ ഞാനും പോകില്ല, അങ്ങനെയായിരുന്നു. നമ്മൾ കുറേ ലീവും കാര്യങ്ങളും എല്ലാം എടുക്കുമായിരുന്നു. പിന്നെ കമ്പൈൻ സ്റ്റഡിയും ലൈബ്രറി പോണതും ഭയങ്കര രസമായിരുന്നു കോളേജ്. മെയിൻലി ഏറ്റവും കൂടുതൽ രസം ഉണ്ടായിരുന്നത് ക്യാൻറ്റീനായിരുന്നു. ഏത് ഇൻ്റർവ്യൂവിനും ഉച്ചയ്ക്കും എല്ലാം നമ്മൾ സിപ്പപ്പും എന്തെങ്കിലുമൊക്കെ കുടിക്കാനായിട്ട് നമ്മളെല്ലാവരും ഷെയർ ഇട്ട് ക്യാൻറ്റീനിൽ പോകുമായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മയാണ്, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെയൊക്കെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ഒരുപാട് എൻജോയ് ചെയ്യുമായിരുന്നു. കോളേജ് ഞാൻ പഠിച്ചത് നിറമങ്കര NSS കോളേജിലായിരുന്നേ. നമുക്ക് കോളേജിൽ ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുപോലെ തന്നെ പുറത്തേക്കൊന്നും നമ്മളെ വിടില്ലായിരുന്നു. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അകത്ത് നമുക്ക് ഓരോ ആർട്സ് ആയിരുന്നാലും പ്രോഗ്രാമൊക്കെ വരുമ്പോഴും നമ്മൾ ഡാൻസും തിരുവാതിരയൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു കോമഡി ആയിരുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനും നമ്മൾ മിക്കവാറും ഒരു പ്രോഗ്രാമിനൊന്നും നമ്മൾ പോകില്ല. ആ ടൈമിന് എങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുക എന്നാണ് ആലോചിച്ചത്. പിന്നെ കുറേ ടൈമിനൊക്കെ നമുക്ക് കൊറോണ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. കൂടുതൽ കോളേജിൽ പോകാനും 1 വർഷത്തോളം പറ്റിയിട്ടില്ല. പിന്നെ ഞാനും പഞ്ചമിയും PG ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരുമിച്ചായിരുന്നു, ആവണിയും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ അവർ 2 പേരും ഒരു വീട്ടിലേക്കാണ് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത്. അത് ഭയങ്കര ഒരു അതിശയമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സന്തോഷമുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ്. ഇവിടെ താലി കെട്ടി കഴിഞ്ഞിട്ടാണല്ലോ ഫുഡ് കൊടുക്കുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് മോളെയും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഇപ്പോൾ പോയില്ല. പിന്നെ അവിടെ എന്തോ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ പോയത്. കാരണം നിരക്കിൻ്റെ ഇടയിൽ നമ്മൾ മോളെ കൊണ്ട് പോയാൽ ശരിയാവില്ല. പിന്നെ റൂമിൽ കയറി ഫീഡൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അല്ലെങ്കിൽ ഹയർ അവിടെ നിന്ന് കരഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മൾ ചോറൊക്കെ വെച്ച് അടിപൊളി സദ്യയായിരുന്നു. ആദ്യം പരിപ്പും പിന്നെ കുറേ ഐറ്റം കറികളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. കിച്ചടിയും പച്ചടിയൊക്കെയാണ് ഫേവറേറ്റ്. പപ്പടം, മുളക് പൊരിച്ചത്, പഴം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഹാനിയെ ഇങ്ങനെ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പ് ഇരിപ്പുണ്ട്. അങ്ങനെ ചോറും പരിപ്പുമാണ് ആദ്യം വന്നത്. നമ്മൾ അത് കഴിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓണമൊക്കെ വരുമ്പോൾ ഞാൻ അമ്മത്തെ എപ്പോഴും പറയും എനിക്കിങ്ങനെ സദ്യ കഴിച്ച് തരണമെന്ന്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ സാമ്പാർ എന്നതിന് ശേഷം 3 ഐറ്റം പായസം ഉണ്ടായിരുന്നു. ആദ്യം വന്നത് കടലപ്പായസമായിരുന്നു, പിന്നെ അരിപ്പായസം, പിന്നെ വന്നത് നമ്മുടെ മെയിൻ സാധനമാണ്. എവിടെയെങ്കിലും കല്യാണത്തിന് ഓണത്തിനൊക്കെ ഇത് മസ്റ്റാണല്ലോ. ബോളിയാണേ വന്നത്. ബോളിയും സേമിയ പായസവും. സേമിയാണ് എൻ്റെ ഫേവറേറ്റ് പായസം. ഹാനി കുറച്ച് ബോളി കഴിച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് കൊടുത്താലും അവളിപ്പോൾ വേണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ ബോളിയും സേമിയ പായസവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുളിശ്ശേരിയും രസം, മോര് അങ്ങനെയൊക്കെ കൊണ്ടുവന്നായിരുന്നേ. മോര് ഞാൻ ഗ്ലാസ്സിലാണ് വാങ്ങിയത്. ഹാനിയെ കൊടുക്കാനായിട്ടാണ് വാങ്ങിയത്. പിന്നെ ഇതൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. നമ്മളും ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങിയേ. എന്നിട്ട് ഞാൻ പോയി ആവണിയുടെയും പഞ്ചമിയുടെയൊക്കെ യാത്രയൊക്കെ ചോദിച്ചിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ആവണിയുടെ കല്യാണമുണ്ട്, അതും അടുത്ത വീഡിയോയിൽ വരുവേ. പഞ്ചമിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ആവണിയുടെ കല്യാണം. ഇനി അവിടെയും വരണം. ഇനി നമ്മൾ തിരിച്ച് പോകാനായിട്ടുള്ള ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഒരു ലേഡിയുടെ പേരാണ് കാണിച്ചത്. അപ്പോൾ ഊബർ ഓടിച്ചൊരു ലേഡി വരുമെന്ന് വിചാരിച്ച് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ വന്നത് ലേഡിയല്ല, അവർ ഓണറിലുള്ള കാറാണ് വന്നത്. പക്ഷേ ലേഡി അല്ലായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.